അങ്ങനെ ബോച്ചയെ പോലീസ് പിടിച്ചിരിക്കുകയാണ്. പോലീസ് പിടിച്ചു പോകുന്ന ബോച്ചയെ ടാറ്റ കാണിച്ചിട്ടാണ് പോകുന്നത് പത്രമാധ്യമങ്ങളോട്. അയാളുടെ കോൺഫിഡൻസ് ആയിരിക്കണം പണത്തിൻ്റെ മുകളിൽ പരുന്തും പറക്കില്ല, ഇതൊക്കെ എന്ത് കേസടേ, മനസ്സിലായി? ഇതായിരിക്കണം അയാളുടെ ഒരു കോൺഫിഡൻസ്. അല്ലെങ്കിൽ പെട്ടുപോയാലും ഞാൻ താഴത്തില്ലടാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ടാറ്റ കാണിച്ചതായിരിക്കണം. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ബോച്ചയെ പോലീസ് പൊക്കിയിരിക്കുന്നു. സമാധാനം എന്ന് ഹണി റോസ് പറഞ്ഞു. അതിനുശേഷം ഹൈക്കോടതി ഒരു പരാമർശം നടത്തി. നല്ല ശരീരഘടനയാണെന്ന് സ്ത്രീയോട് പറയുന്നതും ലൈംഗികാതിക്രമമാണ് എന്ന് കോടതിയുടെ ഒരു പരാമർശം കൂടി കണ്ട സമയത്ത് എനിക്ക് തോന്നുന്നു ഇയാൾ ഇതൊന്ന് ഊരാൻ കുറച്ച് പണിപ്പെടും, ഊരാൻ പാടില്ല. ഓക്കെ, ഇനി ഈ കമ്മിങ് ടു ദ മെയിൻ ടോപ്പിക് ഓഫ് ദിസ് കോണ്ടന്റ്, ഞാൻ ഇന്നലെ ഇട്ട വീഡിയോനകത്തൊരു കാര്യം പറഞ്ഞത്, ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഈ വ്യക്തിയെ ഞാൻ ആദ്യമായി കണ്ട സമയത്ത്, കോഴിക്കോട് വെച്ച് കണ്ട സമയത്ത് അവിടെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. അന്ന് മുതൽ എനിക്ക് ഈ വ്യക്തിയെ അലാം അടിച്ചതാണ്. ഓക്കെ, അന്ന് മുതൽ ഈ വ്യക്തിയായിട്ട് നോ ലേനാദേന. കംപ്ലീറ്റ് കാര്യം ഞാൻ പറഞ്ഞ ഇന്ന് ഹെലൻ ഓഫ് സ്പാർട്ട ഞാൻ ഡൂഡ് എന്ന് പറയുക, ഹെലൻ ഓഫ് സ്പാർട്ടയുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് കോഴിക്കോട് വെച്ചുണ്ടായ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത് എൻ്റെ ക്ലോസ് ഫ്രണ്ടിനാണ്. അവർ തന്നെ ഒന്ന് പറയട്ടെ. ആ വ്യക്തി വീഡിയോ ഇട്ടിട്ടുണ്ട്, ഹെലൻ ഓഫ് സ്പാർട്ട വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കയറി കാണണം. ഞാനൊരു പോർഷൻ ആ വീഡിയോയുടെ ഞാനിവിടെ വയ്ക്കാം, എന്നിട്ട് ഞാൻ കംപ്ലീറ്റ് കാര്യങ്ങൾ പറയാം. പിന്നെ ഞാൻ ഫുഡ് എടുക്കാൻ പോയ സമയത്ത് ഡൂഡ് വേറെ കൗണ്ടറിലാണ് ഫുഡ് എടുക്കാൻ പോയത്, ഞാൻ വേറെ കൗണ്ടറിലാണ് ഫുഡ് എടുക്കാൻ പോയത്. പിന്നെ അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഈ പി എ പറയുന്ന ആള് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ധന്യക്ക് കുറച്ച് കോമൺ സെൻസ് യൂസ് ചെയ്തൂടെ, പിന്നെ ഇത്രയും ആൾക്കാരെ കൂട്ടിയിട്ടാണോ ബോച്ചേനെ കാണാൻ വരുന്നത് ചോദിച്ചു. ഐ വാസ് ലൈക്ക്, അതിനിപ്പോൾ എന്താണ്, ഞാൻ എല്ലായിടത്തേക്കും പോകുന്നത്, എനിക്ക് ഒറ്റയ്ക്ക് ഞാൻ അങ്ങനെ ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. പിന്നെ ഞാൻ ആരെങ്കിലുമൊക്കെ ലൈക്ക് അച്ഛൻ അമ്മ അല്ലെങ്കിൽ എൻ്റെ മാമന്മാര്, ഏട്ടന്മാര്, എൻ്റെ പാർട്ട്ണർ, അങ്ങനെ അല്ലാണ്ട് ഞാൻ എവിടെ അങ്ങനെ പോവാറില്ല. അപ്പൊ എനിക്ക് കംഫർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെയാണ് ഞാൻ പോവാറുള്ളത്. അതിന് എവിടേക്കായാലും എത്ര പിന്നെ വലിയ ആളെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ പോവാറുള്ളത്. ഞാൻ യൂഷ്വലി ഞാൻ ഇങ്ങനെയാണ് പോവാറുള്ളത്. അപ്പൊ ഇയാൾ പറഞ്ഞു, ലേശം ചിന്തിച്ചൂടെ, ബോച്ചേനെയാണ് കാണാൻ വരുന്നത്. അപ്പൊ എനിക്കത് മനസ്സിലായിട്ടില്ല, സീരിയസ്ലി ട്രസ്റ്റ് മീ. പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല ആരെ ആയാലും ഞാൻ ഇങ്ങനെയാണ് പോവാറില്ലേ പറഞ്ഞപ്പോ ഈ സീക്രട്ട് ഏജന്റിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഡൂഡിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ചിലപ്പം ബിഗ് ബോസിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും കൂടി ആയിരിക്കും ആളിനെ അറിയുന്നത്, എനിക്ക് അല്ലാണ്ട് അറിയാം. ആള് അപ്പുറത്തെ കൗണ്ടറിലാണ് പിന്നെ ഫുഡ് എടുക്കുന്നതെന്നുണ്ടെങ്കിലും നമ്മളെ എന്നൊക്കെ ഇന്നു ചേച്ചിനെ എല്ലാം കൊണ്ടു നടക്കുന്ന പോലെയാണ് ഡൂഡ് കൊണ്ടു നടക്കുന്നത്. അപ്പൊ ആള് ശ്രദ്ധിച്ചു. അപ്പം ഞാനിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നുള്ളത്. അപ്പൊ ആള് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, പോയിക്കോ, ഫുഡ് ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട്, അല്ല നീ അപ്പുറത്ത് ഫുഡ് എടുത്തോ, ഞാൻ ഇതെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ ഫുഡ് എടുക്കാൻ പോയിട്ട് എനിക്ക് സംഭവം ക്ലിയർ അല്ല. ഇവര് മെല്ലെയാണ് സംസാരിക്കുന്നുള്ളത്. ഡൂഡാണെങ്കിൽ ഡൂഡ് ഇയാൾ മെല്ലെയാണ് സംസാരിക്കുന്നത്. ഒരു സമയം കഴിഞ്ഞപ്പോൾ ഡൂഡ് ഭയങ്കരമായിട്ട് പിന്നെ റേസായി. ഡൂഡ് അയാളെടുത്ത് പറഞ്ഞു, പിന്നെ ബോച്ചയല്ല ഏതോനായിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിന്റെ ചെള്ള ഞാൻ അടിച്ചു തിരിക്കും പറഞ്ഞു. അപ്പൊ അയാൾ വേഗം ഡൂഡിന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, സായി കൃഷ്ണൻ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ പറഞ്ഞത്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, ആളെന്താ പറഞ്ഞതൊന്നും പറഞ്ഞിട്ടില്ല. ഡൂഡ് ഭയങ്കര റോങ് ആയി പറഞ്ഞു, മീൻസ് ഭയങ്കര റോങ് ആയി. ആളുടെ ഫേസും ഒക്കെ മൊത്തം മാറി. പിന്നെ അങ്ങനെ എല്ലാവരും ആരടുത്തൊന്നും പറഞ്ഞിട്ടില്ല, ഡൂഡ് ആരടുത്തൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ആ പി എന്റെ അടുത്ത് ഭയങ്കര റോങ് ആയി. ഫുഡ് കഴിച്ച് എല്ലാവർക്കും പോവാം അങ്ങനെ പറഞ്ഞു. നമ്മൾ ഫുഡ് കഴിച്ചു, ബില്ലൊക്കെ കൊടുത്ത് നമ്മൾ വന്നു. പിന്നെയും എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരാൾക്ക് വേറൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇനി ആ ചേട്ടൻ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ അവരും അവരുടെ സൈഡ് വന്ന് പറയുമോ എന്ന് എനിക്കറിയില്ല. ലൈക്ക് അത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ എനിക്ക് പേഴ്സണലി ഈ പറയുന്ന ബോച്ചെ എന്ന് പറയുന്ന വ്യക്തിന്റെ കയ്യിൽ നിന്ന് ഒരു മോശമായിട്ടുള്ള അനുഭവവും കാര്യങ്ങളല്ല ഉണ്ടായിട്ടുള്ളത്. ഇയാളുടെ പി എന്ന് പറയുന്ന വ്യക്തി എന്താ വെച്ചാൽ, ഞാൻ ഈ ഹണി റോസിന്റെ ഇഷ്യൂ വന്ന സമയത്ത് ഹണി റോസ് ഇട്ട ഒരു പോസ്റ്റിന്റെ, ആ ചേച്ചി ഇട്ട പോസ്റ്റിന്റെ അതിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ മൂട് താങ്ങി നടക്കുന്ന കുറച്ച് ആൾക്കാർക്കും കൂടിയുള്ള പണി വരുന്നുണ്ട്. അപ്പൊ മേ ബി ഒന്നെങ്കിൽ കമന്റ് ഇടുന്ന ആൾക്കാരാവാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇയാളുടെ ഇടം വലം നിൽക്കുന്ന പി എമാരോ അല്ലെങ്കിൽ അങ്ങനെ ആരുടെയും കാരണം ഹെലൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഇനി കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഹെലൻ്റെ യൂട്യൂബ് ചാനലിൽ കയറി കാണുക. സ്ട്രെയിറ്റ് അവേ ഞാൻ പറഞ്ഞുതരാം. ഹെലനെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഇയാൾ അപ്രോച്ച് ചെയ്യുന്നു. അതിനുശേഷം കാലിക്കറ്റ് വെച്ച് കാണാൻ വേണ്ടി വരുന്നു. ഡിസംബർ 23, 2020 അതാണ് ഡേറ്റ്. ഡിസംബർ 23, 2020 എക്സാക്ട് ഡേറ്റ് ഇതാണ്.
ഡിവൈൻ തമ്പി എന്നാണ് ഇയാളുടെ അന്നത്തെ മാനേജറിൻ്റെ പേര്. ഡിവൈൻ തമ്പി. ഈ ഡിവൈൻ തമ്പി എന്ന് പറയുന്ന ഇയാളുടെ മാനേജർ ഇയാളും വരുന്നു. കോഴിക്കോട് ബീച്ചിൽ അന്ന് കൊറോണ ടൈമാണ്. ഞാൻ, ജിത്തുബായി, അഭിലാഷ്, പ്രബി, പിന്നെ ശ്രീകുട്ടി, അങ്ങനെ കുറച്ച് പേര് നമ്മളുണ്ട്. അപ്പം നമ്മൾ ഒരു സൈഡിൽ നിൽക്കുന്നു, ഫോട്ടോ വീഡിയോ ഒക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഹെലൻ നമ്മളെ കൂടെയായിരുന്നു. ഇയാൾ വരുന്നു, കോൾ ചെയ്യുന്നു. ഹെലൻ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോകുന്നു. ഹെലൻ മാസ്ക് ഇട്ടിട്ടില്ല, ഞാനും മാസ്ക് ഇട്ടിട്ടില്ല, ബാക്കിയുള്ളവർക്ക് മാസ്ക് ഇട്ടിട്ടുണ്ട്. പോലീസുകാർ, ബീച്ച് സൈഡിൽ നിന്ന് പോലീസുകാർ വരുന്നു. അന്ന് റേഡിയോ പരിപാടി എന്തോ, റേഡിയോ സ്റ്റേഷൻ എന്തുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ്. അവിടെ നിന്ന് പോലീസുകാർ ഈ സൈഡിലേക്ക് വരുന്നു. മാസ്ക് ഇടാത്തതിന് ഞങ്ങളെ ചോദ്യം ചെയ്യുന്നു, സംസാരമാവുന്നു. ഈ ഡിവൈൻ തമ്പി എന്ന് പറയുന്ന ബോച്ചയുടെ ഈ ഒരു മാനേജർ ഇറങ്ങി വരുന്നു. കാര്യം എന്താണെന്ന് ചോദിക്കുന്നു. ബോബി ചെമ്മണ്ണൂരിനെ കാണാൻ വന്ന ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് ഹെലൻ ബോബി ചെമ്മണ്ണൂരിൻ്റെ കാറ് കയറിപ്പോയി. ഹെലൻ മാത്രമല്ല, ഹെലൻ്റെ വീട്ടുകാരും ഹെലനും അച്ഛനും അമ്മയും കൂടെ ബ്രദർ ഉണ്ടോ ഡൗട്ട് ഉണ്ട്, എന്നാലും അവർ പോയി. ഞങ്ങൾ അവിടെ നിന്നു. ഇയാളിത് ബോബി ചെമ്മണ്ണൂരിനെ കാണാൻ വന്നതാണ്, അല്ലെങ്കിൽ അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് 10 ആളെ വിളിച്ച് പറഞ്ഞെങ്കിൽ ഇയാളുടെ ഷോ. ഞാൻ ഒരു സൈഡിൽ ഇൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ റേസ് ആവുന്നുണ്ട് പോലീസുകാരോട്. കാരണം ജസ്റ്റ് മാസ്ക് മാറ്റിയിട്ടേ ഉള്ളൂ, കംപ്ലീറ്റ് മാറ്റിയിട്ടില്ല. ഓക്കെ, ജസ്റ്റ് മാസ്ക് മാറ്റി അപ്പം തന്നെ മാസ്ക് ഇട്ടുമെന്ന് പറയുന്നു. അങ്ങനെ ആ ഇൻസിഡൻറ്റ് അവിടെ നടക്കുന്നു. ഇയാളെ കുറേ ഷോ ഞങ്ങൾ കാണുന്നു, ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ മാനേജർത്. അതിനുശേഷം ബോബി ചെമ്മണ്ണൂർ ഹെലനും ബാക്കി ആൾക്കാരെയും വണ്ടിയിൽ കൊണ്ടുപോയല്ലോ. ഇയാളതിൽ വണ്ടിയില്ല. കൊറോണ ടൈമാണ്, നിങ്ങൾ ആലോചിക്കണം. പെട്ടെന്ന് വണ്ടി കിട്ടാനൊക്കെ പാടാണെന്ന്. ഓട്ടോ അങ്ങനെ വണ്ടി കിട്ടാൻ പാടാം. അങ്ങനെ ഇയാൾ എന്ത് ചെയ്തു? കാറിൽ കയറുന്നു. ഞങ്ങൾ വന്ന വണ്ടിയിലേക്ക് ഈ വ്യക്തി കയറുന്നു. ഈ വ്യക്തി കയറിയതിന് ശേഷം ഇയാളെന്തോ ബോച്ചയ്ക്ക് ആവശ്യമുള്ള ഡ്രസ്സ് വേണമെന്നുള്ള സംസാരിക്കുന്നു. ഇയാൾ ബോച്ച താമസിക്കുന്നിടത്ത് പോകണമെന്ന് പറയുന്നു. അങ്ങനെ ആ വണ്ടി ആ വഴിക്ക് പോകുന്നു. ഹൈലൈറ്റ് മാളിൽ വെച്ചിട്ടാണ് അടുത്ത കൂടിക്കാഴ്ച ഉണ്ടാകുന്നത്. ഹൈലൈറ്റ് മാളിൽ വെച്ചിട്ട്. കാരണം ഞാൻ ഇടയ്ക്ക് ഹെലനെ വിളിക്കുന്നുണ്ട്, എന്തായി എവിടെ എത്തിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഹെലൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾ ഹൈലൈറ്റ് മാളിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞു, അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഹൈലൈറ്റ് മാളിലേക്ക് പോകും. ഹൈലൈറ്റ് മാളിൽ പോയതിന് ശേഷം ഹൈലൈറ്റ് മാളിൽ പോയതിനു ശേഷം കുറച്ചൊരു ഉച്ച സമയം കഴിഞ്ഞ് ഒരു ഈവനിങ് ടൈം ആവാനായിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പിലേക്ക്, ഫുഡ് കോർട്ടിലേക്ക് നിൽക്കുന്നു. ഇയാൾ ഫുഡ് കോർട്ടിൽ കുറച്ച് ആളുകളുമായിട്ട് മീറ്റിങ്ങുമായിട്ട് ബോബി ചെമ്മണ്ണൂർ അവിടെ ഇരിക്കുന്നു. ബോബി ചെമ്മണ്ണൂരിൻ്റെ ഈ മാനേജറായ ഡിവൈൻ തമ്പി, ഈ ഡിവൈൻ തമ്പി ഹെലനയായിട്ട് സംസാരിക്കുന്നുണ്ട്. ഹെലനായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു ബേസിക് സാധനം എന്താ അറിയോ, ഈ ഡോഗ് ഇൻസ്റ്റിങ്ക്റ്റ് ആണ് തോന്നുന്നു എനിക്കിങ്ങനെ ഭയങ്കര ഒരു എന്തെങ്കിലുമൊക്കെ ഒന്നിങ്ങനെ തോന്നുവിടെ, ഇതെന്തോ വിഷയമുണ്ടല്ലോ. അല്ലെങ്കിൽ എനിക്ക് ഒരാൾ, എൻ്റെ ക്ലോസ് ഫ്രണ്ട് അൺകംഫർട്ടബിൾ ആയാലോ, എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിൻ്റെ ഒരു സീൻ അവരുടെ, എനിക്ക് പെട്ടെന്ന് ബോഡി ലാംഗ്വേജ് മനസ്സിലാവുന്ന ഒരാളാണ് ഞാൻ നോക്കും ചെയ്യും. എനിക്ക് ബോബി ചെമ്മണ്ണൂർ ഞങ്ങളെ കൂട്ടുന്ന ഹെലനെ മാത്രം വിളിച്ച് വണ്ടി കയറ്റിയ സമയത്ത് തന്നെ എനിക്കിങ്ങനെ ഒന്നിങ്ങനെ വാട്ട് ഈസ് ദാറ്റ് എന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ വണ്ടിയിലിരുന്നുകൊണ്ട് ഈ ഡിവൈൻ തമ്പി അടിക്കുന്ന ചില ചീഞ്ഞ സാധനങ്ങളുണ്ട്. ഈ സാധനങ്ങളും കൂടി ആയപ്പോൾ എനിക്ക് എവിടേക്കോ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മണക്കുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ ഇവർ മാറി ഇന്ന് ഒരു കൗണ്ടറിൽ നിന്നിട്ട് ഇവർ സംസാരിക്കുമ്പോഴോ ഇതൊക്കെ എൻ്റെ മൈൻഡ്, ഞാൻ നിൽക്കുന്ന കൗണ്ടറിൽ നിന്ന് മാറിയിട്ട് എൻ്റെ മൈൻഡും എൻ്റെ കണ്ണും അപ്പുറത്തേക്കാണ് പോകുന്നത്. എനിക്ക് എന്തോ ഒരു സാധനം ഫീൽ ചെയ്തു. ഞാൻ നേരെ അവിടെ ചെന്നു. ഹെലനോട് പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ എടുക്കാമെന്ന് പറഞ്ഞ സാധനം പിസയാണ് നമ്മൾ ഓർഡർ ചെയ്തതെന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. പിസയാണ് ഓർഡർ ചെയ്തത്. പിസ ഓർഡർ ചെയ്യുന്നു. ഇയാൾ ഞാനും മാറി നിൽക്കുന്ന ഒരു സൈഡിലേക്ക് വരുന്നു. ഇയാൾ എന്നോട് എടുത്ത വാക്കി ഡിവൈൻ തമ്പി പറഞ്ഞൊരു കാര്യം എന്താ പറയുക, നിങ്ങൾ ഇത്ര പേരൊന്നും വരും നമ്മൾ പ്രതീക്ഷിച്ചില്ല. ആക്ച്വലി നമ്മൾ ഈ ബോബി ചെമ്മണ്ണൂരിനെ കാണാനോ അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിനെ ഇതാക്കാനോ പോകുന്നതൊന്നുമല്ല. ഹെലൻ കാസർഗോഡ് നിന്ന് കാലിക്കറ്റ് വരുന്നു. അപ്പോൾ നമുക്ക് ഹെലനെ മീറ്റ് ചെയ്യാം. അന്ന് തന്നെ നമ്മൾ കുറച്ച് വീഡിയോസും സാധനങ്ങളൊക്കെ പ്ലാൻ, അന്ന് നമ്മൾ ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത്യാവശ്യം വീഡിയോ ചെയ്യുന്നൊരു ടൈമാണ്. നമുക്ക് എല്ലാവർക്കും കൂടി വീഡിയോ ചെയ്യാം, ഒന്ന് സെറ്റപ്പ് ആക്കാം. ഇതൊക്കെയായിരുന്നു നമ്മളൊരു തോട്ട്. ക്യാമറയുണ്ട്, എല്ലാം കൂടി അടിപൊളിയാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ കൂട്ടത്തിൽ ബോബി ചെമ്മണ്ണൂർ നമുക്ക് പോണ വഴിക്ക് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുമ്പോൾ ബോച്ചേ അങ്ങനെ ഒരു മൈൻഡാണല്ലോ നമുക്ക്. ഇപ്പോഴാണ് ഛേ ആയിപ്പോയത്. ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ഛേ വെറും കിട്ടാം, അതാണ് എൻ്റെ മൈൻഡിൽ. എന്താണെങ്കിലും അവിടെ നിന്ന് മാറി നിന്ന് സംസാരിക്കുന്നു. കാരണം കുറച്ച് സമയം എടുക്കും പിസ്സ കിട്ടാൻ. അപ്പോൾ നമ്മൾ കുറച്ച് മാറി നിന്ന്, ഫുഡ് കോർട്ടിൽ നിന്ന് മാറി നിന്ന് സംസാരിച്ചാൽ മതി. ഇയാൾ എന്നോട് ഡയലോഗ് അടിച്ചു. ഇയാൾ ഈ ഹെലനോട് ഒറ്റയ്ക്ക് വന്നാൽ പോരെ, എന്തിനാ എല്ലാവരെയും കൂട്ടി വരണേ എന്നുള്ള സംസാരം അപ്പം എന്നോട് ഹെലൻ പറഞ്ഞിട്ടില്ല. നമ്മൾ തമ്മിൽ ആ ഒരു കോൺവെർസേഷനോ ആ ഒരു സാധനം കൺവേ ചെയ്തിട്ടില്ല. ഇയാൾ എന്നോട് എന്തിന് നിങ്ങൾ ഇത്ര പേര് വന്നേന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നു. ആൻഡ് ദ വെരി നെക്സ്റ്റ് മൊമെൻറ്റ് ഇയാൾ പറയുകയാണ്, ഹെലൻ ഓഫ് സ്പാർട്ട എന്ന് പറയുന്ന വ്യക്തി ബോച്ചയെക്കുറിച്ച് ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു. ബോച്ചയെക്കുറിച്ച് വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് മുതൽ ബോബി ചെമ്മണ്ണൂരിൽ ഹെലനെ ഒന്ന് പൂശണം എന്നുണ്ടായിരുന്നു. ഇതാണ് അയാൾ ഉപയോഗിച്ചത്, പൂശണം എന്നുണ്ടായിരുന്നു.
അത് കേട്ടതോടുകൂടി എനിക്ക് പൊട്ടി. അങ്ങനെ എങ്ങനെ പറയാൻ പറ്റും? പൂശണം. പൂശ മീൻസ് വാട്ട്? ഒരാളെ അടിക്കണം എന്ന് പറയാം, ഓക്കെ? ഇല്ലെങ്കിൽ ഒരാളോട് ദേഷ്യം ഉണ്ടായിരുന്നു, അപ്പോൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാന്ന് പറയാം. അന്ന് മുതൽ ഹെലനെ ഒന്ന് പൂശണം എന്നുണ്ടായിരുന്നു. എല്ലാവരും കൂടി നിങ്ങൾ വന്നു. ആ ലൈന് മനസ്സിലായത് നിങ്ങൾക്ക്? ഇയാളെ ബോഡി ലാംഗ്വേജ് വർത്താനം, ഇയാൾ ആ ഒരു ഒരു പെർവേർട്ട് ലൈനിലാണ് ഇയാൾ ഈ വർത്താനം പറഞ്ഞത്. എനിക്ക് അന്ന് പൊളിഞ്ഞ് ഞാൻ ലിറ്ററലി അയാളെ കോളർ കയറി പിടിച്ച് ഞാൻ അവിടുന്ന് അലമ്പാക്കിയ സാധനം. അപ്പോഴത്തേക്ക് അയാളിൻ്റെ കൈ പിടിച്ച് ഇന്നെ സോൾവ് ആക്കാൻ നോക്കുന്നു. ജിത്തുബായി സൈഡിൽ നിൽക്കുന്നുണ്ട്. ജിത്തുബായിക്കും പൊട്ടി നിൽക്കുന്നുണ്ട്. പക്ഷേ ജിത്തുബായി എന്നെ പോലെ അല്ല, കുറച്ചും കൂടി ഒരു സട്ടിൽഡാണ് ആള്, കുറച്ചും കൂടി ഇന്നെ ഒന്നിങ്ങനെ കാമാക്കാൻ നിൽക്കുന്നു. ഞാൻ അവിടുന്ന് ഒച്ചയും വിളിക്കുക. ഈ ബോച്ച ഇത് കാണുന്നു. ബോച്ച അപ്പുറത്ത് കുറേ പേരോട് ഇരുന്ന് വർത്താനം പറയാം. ബോബി ചെമ്മണ്ണൂർ കാണുന്നുണ്ട്. കാരണം അമ്മാതിരി അലർച്ചയും അമ്മാതിരി ഡയലോഗും അടിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്നിട്ട് ഇയാളോട് അലമ്പാക്കുന്നത്. അങ്ങനെ ഇയാളോട് ഞാൻ പറയുന്നു, ചള്ളടിച്ച് ഞാൻ തിരിക്കും, ഉറപ്പാണ്. ഈ ചെറ്റ വർത്താനം ഇനി തൻ്റെ വായെന്ന് വന്നു കഴിഞ്ഞാൽ ബോച്ചയെന്നല്ല, താനല്ല, ഏത് ഊച്ചയാണെന്നുള്ളത് ചള്ളക്കുറ്റി ഞാൻ അടിച്ച് പൊട്ടിക്കുക എന്ന് തന്തലാത്ത വർത്താനം പറഞ്ഞതെന്ന് ഞാൻ ചോദിച്ചു. അപ്പം ഇവൻ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചു. ഞാൻ പറഞ്ഞു, ഏത് നാട്ടിലാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും പൂശണം എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെമ്മാടിത്തരമാണ്, പൊട്ടിക്കും, കിട്ടും അടി. അപ്പം എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ ഈ ചെറിയൊരു വയസ്സിൽ നിനക്ക് ഇത്രത്തോളം ദേഷ്യം, നിനക്ക് ഇത്ര ദേഷ്യമുണ്ടെങ്കിൽ നീ മുകളിൽ ആകാശം താഴെ ഭൂമി എന്ന് പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെടുന്ന ഒരുത്തനാണെങ്കിൽ നീ മുന്നോട്ട് എങ്ങനെ ജീവിക്കും? ഇതൊക്കെയാണ് ഇയാൾ തിരിച്ച്. പിന്നെ ഭീഷണിയായി എന്നോട്. ഏത്? ഇപ്പം നീ ഇത്രയും ഒരു ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ടിക്ടോക്കിലോ ഉള്ള ഒരാളല്ലേ, ഇതൊക്കെയാണ് പോവും. നീ ഇപ്പം ഞങ്ങളോട് ഈ ചൂടാവുന്നതും ഇതിന് റിയാക്ട് ചെയ്യുന്ന നിൻ്റെ ഈ ഒരു ആംഗ്രി യങ് മാൻ സാധനം, നാളെ ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ കാണും. ഞങ്ങൾക്ക് മസിൽ പവറും മണി പവറും ഉണ്ട്. നിന്നെ ഞങ്ങൾക്ക് എവിടെയെങ്കിലും കെട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ തട്ടിയിട്ട് പോയാൽ. ഈ ഡയലോഗൊക്കെയാണ് അന്ന് അയാൾ എന്നോട് അടിച്ചത്. ഞാൻ തിരിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഒരു വാപ്പാൻ്റെ കുട്ടീനെയും പേടിയില്ല, കാര്യം പറയാനുള്ളത് പറയും. അത് എൻ്റെ ഫ്രണ്ട്സിനോടാണ് എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചുട്ട മറുപടി കേട്ടും കൈ പൊട്ടിക്കുകയാണെങ്കിൽ പൊട്ടിക്കും ചെയ്യും. ഈ സാധനം പറഞ്ഞ് അവിടെ അലമ്പാക്കി. ഇയാളെ കൊണ്ട് അന്ന് ഫുഡിന് പൈസ കൊടുപ്പിച്ചില്ല. ഞങ്ങൾ മേടിച്ച ഫുഡിന് കൃത്യമായി ഞങ്ങൾ പേയ്മെൻറ്റ് കൊടുത്തിട്ട് ഞാൻ ജിത്തുവാനോട് പറഞ്ഞു, ഈ പൈസ നമുക്ക് കൊടുക്കുക, ഇയാളെ ഫുഡ് ഞാൻ കഴിച്ചിട്ടില്ല. അന്ന് ആരും കഴിച്ചില്ല. എനിക്ക് തോന്നുന്നത് നമ്മൾ മേടിച്ച ഫുഡ് നമ്മൾ ഷെയർ ചെയ്ത് കഴിച്ചു പറഞ്ഞു തോന്നുന്നുണ്ട്. ഇയാൾ ഈ ബോച്ചേനെ ഉടായിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ബില്ലും, അതായത് ഈ ബോബി ചെമ്മണ്ണൂരിനെ ഉടായിപ്പിക്കാൻ ഇയാൾ എന്ത് ചെയ്ത് അവിടെ പോയിട്ട് ബില്ല് തരൂ, ബില്ലൊന്ന് കൂട്ടിയടിക്കോ അല്ലെങ്കിൽ മറ്റേ ബില്ലടിക്കോ എന്നൊക്കെയുള്ള വർത്താനൊക്കെ ഇയാൾ ഇതിൻ്റെ ഇടയിൽ നാണം കെട്ട് നിന്ന് പറയുന്നുണ്ട്. ഓക്കെ, ബോബി ചെമ്മണ്ണൂർ ഇത് കേട്ടതും ഇവിടെ അലമ്പ് കേട്ടു, അയാൾക്ക് എന്തോ സംഗതി അടിച്ചു പോകുന്നുണ്ട്. ഞങ്ങൾ തിരിച്ച് ഫുഡ് കോർട്ടിലേക്ക് വന്നിരിക്കാൻ നേരത്തെ ഇയാൾ നീച്ച സമയത്ത് ഈ ഒരു അലമ്പ് കുറേ പേര് അറിഞ്ഞിട്ടില്ല. ഒപ്പം വന്ന് ഞാൻ, ജിത്തുബായ്, പിന്നെ ഈ കണ്ടും കേട്ടും നിന്ന ആൾക്കാർക്ക് അത്ര ക്ലിയർ ആയിട്ടുമില്ല എന്താ വിഷയം എന്നുള്ളത്. ഞങ്ങൾ തിരിച്ചു വന്നിരുന്ന് നമ്മളോട് എന്താണെന്ന് ചോദിച്ചു. നമ്മളൊന്നും പറഞ്ഞില്ല. കാരണം അന്ന് ഹെലൻ്റെ ഫാമിലി അവിടെ ഇരിക്കുന്നുണ്ട്, അച്ഛൻ ഇരിക്കുന്നുണ്ട്, അമ്മ ഇരിക്കുന്നുണ്ട്, ബ്രദേഴ്സ് ഇരിക്കുന്നു. നമ്മളൊന്നും പറഞ്ഞില്ല. ഞാൻ ഒന്നും മിണ്ടാൻ പോയില്ല. ഞാൻ അന്ന് എളുപ്പം ഫോട്ടോ കൊടുത്തില്ല. എനിക്ക് എളുപ്പം ഫോട്ടോ വേണ്ട. അയാൾ എന്തൊക്കെയോ ഒരു കാർഡൊക്കെ കൊടുത്തു. ഈ ബോബി ചെമ്മണ്ണൂരിനെ കാണുമ്പോൾ അയാൾ എന്തോ ഒരു ഗോൾഡ് കാർഡ് എന്തോ സാധനമൊക്കെ കൊടുക്കും. അതുകൊണ്ട് എന്തൊക്കെയോ ഡിസ്കൗണ്ട്സ് ഒക്കെ ഉണ്ട് തോന്നുന്നു. അതൊക്കെ കൊടുത്തു ഒപ്പമുള്ളവർക്ക്. അത് എന്തിനു കൊടുത്തതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായി. കാരണം നമ്മളൊക്കെ ഫസ്റ്റ് ടൈം ആയിട്ട് കാണാം. നമ്മളൊന്നും ആരുമല്ല, നമ്മൾ പിള്ളേരാണ്. ഒപ്പമുള്ളവർക്ക് അങ്ങനെ സാധനമൊക്കെ കൊടുത്തു. ബോച്ച അന്ന് ഒപ്പമുള്ളവരൊപ്പം നിന്ന് ഫോട്ടോ എടുത്തു. എനിക്ക് ഈ തീട്ടത്തിനൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ ഒരു താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. കാരണം എനിക്ക് അതോടുകൂടി മനസ്സിലായി. അതായത് ഇവരുടെയൊക്കെ ഒരു അപ്രോച്ച് ഇങ്ങനെയാണ്, നേരിട്ടല്ല, PA വഴി. ഏത് ആ മോഡസ് നിങ്ങൾ മനസ്സിലാക്കണം, PA വഴി. അപ്പോൾ ഈ ഒപ്പം വന്ന ആളുകൾ നമ്മളാരാ? നമ്മളോട് ആദ്യം ഫ്രണ്ട്സാണ്. നമ്മളിങ്ങനെയാണെന്ന് അറിയുമ്പോൾ ഇവർ എന്താ വൈബ് എന്ന് അറിയാനുള്ളൊരു സെറ്റപ്പൊക്കെയാണ് കാറിലിരുന്ന് അടിച്ചത്. ഞാൻ പറയാം, ക്ലീഷേ കുറേ സാധനങ്ങൾ അടിച്ച് വർത്താനം പറഞ്ഞതൊക്കെ കാറിന് അത് നമ്മളൊന്ന് കയ്യിലെടുക്കാനും ബോച്ച പവർഫുൾ ആണെന്ന് കാണിക്കാനും അങ്ങനെ സാധനമൊക്കെ അടിച്ച് നമ്മൾ ഫ്രണ്ട്സ് ആണല്ലോ. അപ്പം നമ്മളടുത്ത് വന്നിട്ട് ഇങ്ങനത്തെ ഒരു കുൽസിത വർത്താനം പറഞ്ഞിട്ടൊന്ന് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ച് എറിഞ്ഞു നോക്കി, ആൾ മാറിപ്പോയി നായിക്ക്. അങ്ങനെ ഈ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ അന്ന് ഹെലനോട് ഈ കാര്യം പറഞ്ഞില്ല. കാരണം ഹെലൻ അതെങ്ങനെയാണ് ഹേർട്ടാവുക അറിയില്ലല്ലോ. ലേറ്റർ ഓൺ പിന്നെ ഞാൻ പറഞ്ഞു. പിന്നെ അത് ഹെലന് ഞാൻ പറഞ്ഞു കൊടുത്തു, കാര്യം ഇങ്ങനെയാണ്, അന്ന് ഇതാണ് ഇയാൾ സംസാരിച്ചതെന്നുള്ളത്. അങ്ങനെ ഈ ഇൻസിഡൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ ബോബി ചെമ്മണ്ണൂരൊക്കെ പോയി ഈ ഡിവൈൻ തമ്പിയെ ഞങ്ങളൊന്ന് സ്കെച്ച് ചെയ്തു. ഈ ഡിവൈൻ തമ്പിയെ സ്കെച്ച് ചെയ്ത സമയത്താണ് നമുക്ക് അന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ലേഡി മെസ്സേജ് അയച്ചിട്ട് കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെ ബാക്കപ്പും കാര്യങ്ങളൊക്കെ മേ ബി ഹാർഡ് ഡിസ്കിൽ കാണും. ഈവനിങ് ആകുമ്പോഴത്തേക്ക് പ്രബി വർക്കിലാണ്, കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ സാധനങ്ങളൊക്കെ എടുത്ത് ഒന്ന് നോക്കട്ടെ. ഇതിനിടയിൽ ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ വ്യക്തി ഇയാളുടെ PA വഴി അന്ന്
കാലിക്കറ്റിലേക്ക് കുറേ പേരെ, ഞാൻ പറഞ്ഞല്ലോ ഹെലൻ മാത്രമല്ല കുറേ പേരെ ഈ പ്രൊമോഷൻ്റെ പേരും പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. ഇവരൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഇവർക്ക്. സ്ത്രീകൾക്കൊരു ഗ്രൂപ്പ്, പുരുഷന്മാർക്കൊരു ഗ്രൂപ്പ്. ഇതായിരുന്നു ഇവരൊരു പ്ലാന്. ബേസിക്കലി ഷൂട്ട്, സാധനം, പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിള്ളേരെ വിളിച്ചു വരുത്തുന്നത്. ക്യാമറാമാനി കോൺസെപ്റ്റ് സംഗതി എന്നൊക്കെ പറഞ്ഞാണ് വിളിച്ചു വരുത്തുന്നത്. ഇതിനിടയിൽ വേറൊരു ഇൻസിഡൻറ്റും ഇതേപോലൊരു ഇതിലും വളരെ മോശമായിട്ടുള്ളൊരു അപ്രോച്ചും ഇൻസിഡൻറ്റും ഒക്കെ നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇനിയിപ്പോൾ അവരൊക്കെ പറയുമോ ഇല്ലയെന്നൊന്നും നമുക്കറിയാൻ പാടില്ല. ഇതിപ്പോൾ ഹെലൻ പറഞ്ഞതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് എനിക്കിത് പറയാം. കാരണം ഹെലൻ പറയാതെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഹെലൻ എന്താണ് എന്നുള്ളത് എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാനിത് കംപ്ലീറ്റ് പറയാഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ അമ്മയോടോ പെങ്ങളോടോ അനിയത്തിയോടോ ആരോടെങ്കിലും ഏതെങ്കിലും ഇങ്ങനത്തെ ഒരാൾ എന്തിനാ ഒറ്റയ്ക്ക് വരാഞ്ഞ്, എന്തിനാ ഈ വീട്ടുകാരെയും ഫ്രണ്ട്സിനെയും കൊണ്ടുവരും എന്ന് ചോദിക്കുന്നതിൻ്റെ അർത്ഥം എന്താ? സ്റ്റണ്ണായി പോയി അവിടെ സത്യം പറഞ്ഞാൽ ലിറ്ററലി ഹെലൻ വിചാരിച്ചു പോയത്. എനിക്കറിയാം ഹെലൻ്റെ ബോഡി ലാംഗ്വേജ് അന്ന് അവിടെ ആ കടയുടെ മുന്നിൽ നിൽക്കുമ്പോൾ, ഫുഡ് കോർട്ടിൽ നിൽക്കുമ്പോൾ ഹെലൻ ഇങ്ങനെ ഇതെന്താടാ ഈ ഒരു സാധനമാണ് ഹെലൻ അടിക്കണേ. ഹെലനെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ എല്ലാവരെയും കൂട്ടിയിട്ടാണ് എല്ലായിടത്തേക്കും ഹെലൻ പോകും. ഇല്ലെങ്കിൽ നമ്മളെ അടുത്തുള്ള ലൊക്കേഷനിൽ നമ്മളുണ്ടെങ്കിൽ ഹെലൻ നമ്മളെ വിളിക്കാറ്. അങ്ങനെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ടാണ് ഹെലൻ എപ്പോഴും ട്രാവൽ ചെയ്യാറ്. ഈ ഒരു ലൈനാണ് ഇയാൾ അടിച്ചത്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു ചോദ്യം തന്നെ ഉണ്ട്. ഇപ്പം ഇനിയിപ്പോൾ ഈസി ആയിട്ട് പറയാം, ചിലപ്പോൾ ഇത് ബോബി ചെമ്മണ്ണൂർ അറിഞ്ഞിട്ടാവില്ല, ബോബി ചെമ്മണ്ണൂർ അറിയാതെയാവാം. ബോബി ചെമ്മണ്ണൂരാണ് നേരിട്ട് ഹെലൻ ഓഫ് സ്പാർട്ടയെ വിളിച്ചത്. ബോബി ചെമ്മണ്ണൂരാണ് അവിടെ വരാൻ പറഞ്ഞത്. ബോബി ചെമ്മണ്ണൂരിൻ്റെ ആണ് എന്നോട് വന്നിട്ട് പറഞ്ഞത് ബോബി ചെമ്മണ്ണൂരിൽ ആവശ്യം എന്ന് പറയുന്നത് ഇതേപോലെ ഹെലൻ ഓഫ് സ്പാർട്ട ഒരു വീഡിയോ ചെയ്തതിൽ ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ആ പറഞ്ഞത് കൊണ്ടൊന്ന് പൂശാൻ വിളിച്ചതാണ്. അപ്പോൾ ഇയാൾക്കും അറിയാതിരിക്കുന്നില്ലല്ലോ. ബോബി ചെമ്മണ്ണൂർ വിളിക്കുന്നു, എക്ക് കാര്യങ്ങൾ അറിയാതിരിക്കുന്നില്ല. എക്കും കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയുന്ന ഒരു വ്യക്തി തന്നെ ആയിരിക്കും. അപ്പോൾ ബോബി ചെമ്മണ്ണൂർ അറിയാതെ ആ ഡയലോഗ് അടിക്കുകയൊന്നുമില്ല. ഓക്കെ, അത് വേറെ കാര്യം. അന്ന് മുതൽ ഇയാളുടെ ഓരോ ആക്ടിവിറ്റീസും കുറേ കേസുകൾ ഇയാൾക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ആരും വായോർന്ന് പറയാൻ വരില്ല, അല്ലെങ്കിൽ ആ വായോർന്ന് പറയാറില്ല. അപ്പം ഞാനാണെങ്കിൽ പോലും ഈ ഇൻസിഡൻറ്റ് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഹെലൻ പറയണം. ഹെലൻ പറയാതെ ഞാൻ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഹെലൻ പറഞ്ഞതിന് ശേഷം ഞാൻ പറയുക എന്നുള്ളതാണ് കറക്റ്റ് കാര്യം. ഹെലൻ ഇന്ന് വരുന്നു, അത് കൃത്യമായിട്ട് പറയുന്നു വീഡിയോയിൽ. അന്നുണ്ടായ ഇൻസിഡൻറ്റ് ഇപ്പം ഞാനും പറയുന്നു. അതായത് നമ്മളെ അൺകംഫർട്ടബിൾ ആക്കുക എന്നുള്ളതാണ് അയാളുടെ മെയിൻ പരിപാടി. ആണോ പെണ്ണൊന്നുമില്ല. ആണുങ്ങളോടാണെങ്കിൽ അത് ത്രെറ്റനിങ് ആണ്, പെണ്ണുങ്ങളോടാണെങ്കിൽ പെണ്ണുങ്ങളെ ലിറ്ററലി അൺകംഫർട്ടബിൾ ആക്കി കളയുകയാണ്. മനസ്സിലായോ? ഒന്നിലേക്ക് കളിയാക്കും, അല്ലെങ്കിൽ ഡബിൾ മീനിങ് അടിക്കും, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചു വിടും. ഇതാണ് ഇയാളുടെ പരിപാടി. ഇയാളെ വായേന്ന് വരുന്ന സംസാരത്തിന് ഒരു സ്ത്രീ ഓപ്പോസിറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ ആ സ്ത്രീ 100% അൺകംഫർട്ടബിൾ ആയിരിക്കും. കാരണം അത്രയും കുത്തുന്ന ഡബിൾ മീനിങ് സാധനങ്ങളാണ് ഇയാൾ അടിക്കാറ്. ഇതാണ് ആ ഇൻസിഡൻറ്റ്. ഇത് കഴിഞ്ഞതിന് ശേഷം ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ വ്യക്തിയോട് ലിറ്ററലി എനിക്ക് റെസ്പെക്റ്റ് പോയിട്ട്, എനിക്ക് തീട്ടം കണ്ടാൽ പോലും എനിക്ക് ഇത്രയും അറക്കില്ല, അത്രയും അറപ്പാണ് ഈ മനുഷ്യനോട് ഉണ്ടായിരുന്നത്. പിന്നെ ഇടയ്ക്കൊക്കെ ഇയാൾ ചാരിറ്റി ചെയ്യുമ്പോഴും ഇടയ്ക്ക് വേറെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് വേറെ ആരും ചെയ്യുന്നില്ലല്ലോ, ഇവൻ ഇത്രയും ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചില കാര്യങ്ങൾ കണ്ടന്റ് ചെയ്യുന്ന സമയത്ത് വിമർശിക്കേണ്ട കാര്യങ്ങൾ വിമർശിച്ചിട്ടുമുണ്ട്. ഇയാളെ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് സൊസൈറ്റി ഇയാളെ റോങ് ആയിട്ട് എടുത്തു ആ ഒരു പ്രവൃത്തി ചെയ്തതിൽ എന്ന് തോന്നിയ സമയത്ത് ആ കാര്യത്തിൽ കൃത്യമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ആസ് എ പേഴ്സൺ ഇൻ റിയൽ ലൈഫ് നോ, എ ബിഗ് നോ ആണ് ഈ ചങ്ങായിക്ക്. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സാധനം വന്നപ്പോൾ, എൻ്റെ ഫ്രണ്ടിനോട് ഇയാൾ ഇങ്ങനെ ഒരു സാധനം ത്രോ ചെയ്തപ്പോൾ, ഇയാളുടെ കൂടെ നിന്ന യും കൂടി ഇങ്ങനെ ചെയ്തപ്പോൾ ഐ വാസ് ലിറ്ററലി ലൈക്ക് എന്തും നാടേ ഇയാൾ. അതിനുശേഷം എനിക്ക് പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ സ്കീമുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ കുറേ സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക്. ഓക്കെ, ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങിയ സമയത്താണ് തോന്നുന്നു ഐ റിസീവ്ഡ് എ മെസ്സേജ്. എനിക്ക് എന്താ ലോട്ടറീൻ്റെ സാധനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മേ ബി ലൈവിൽ വന്നിട്ട് ലോട്ടറിയുടെ മറ്റേ റിസൾട്ട് എടുക്കാൻ വേണ്ടി അങ്ങനെ എന്തെങ്കിലും പരിപാടിക്ക് വേണ്ടിയിട്ടായിരിക്കാം അന്നൊരു സാധനം വന്നിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് ഇയാളുടെ മറ്റേ ഒരു ഓട്ടം ഉണ്ടായി, വേൾഡ് കപ്പിൻ്റെ സമയത്താണ് തോന്നുന്നു, ഇയാളൊരു ട്രാവൽ ചെയ്തിരുന്നല്ലോ, ഓൾ കേരള എന്നൊക്കെ പറഞ്ഞിട്ട് ഫുട്ബോളൊക്കെ വെച്ചിട്ട്. അന്ന് ഇയാൾ മലപ്പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പല സാഹചര്യങ്ങളായിട്ട് ഇയാളെ കാണാനും അസോസിയേറ്റ് ചെയ്യാനുള്ള സംഗതികളൊക്കെ അങ്ങനെ വന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇയാളെ വിമർശിച്ചിരുന്ന പോസ്റ്റിന് ഇയാൾ തിരിച്ച് ഫേസ്ബുക്കിൽ നമ്മളെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല കുട്ടികളാണ്, നമ്മൾ അറിയാത്തേ പോലെയൊക്കെ ഇയാൾ ഇരുന്ന ഡയലോഗൊക്കെ ഉണ്ടായിരുന്നു. അയാളെ ഫേസ്ബുക്ക് വാളിൽ ചിലപ്പോൾ ആ വീഡിയോ എൻ്റെ ചിത്തുമാൻ്റെ വീഡിയോ കിടക്കുന്നുണ്ടാവും. അതായത് നമ്മൾ ഇയാളെ റിയാക്ട് ചെയ്യുമ്പോൾ ഇയാൾ തിരിച്ച് നല്ലതാണ് നിങ്ങൾ പറഞ്ഞെന്നുള്ള ലൈന്. മനസ്സിലായോ? ഇങ്ങനത്തെ ഒരുത്തനാണ് ഇയാളിൽ നിന്ന് ഇതുപോലെ അനുഭവങ്ങൾ കുറേ പേർക്ക് വന്നു കാണും.
ഉണ്ടാവാതിരിക്കുമൊന്നുമില്ല. തുറന്ന് പറയുമോ പറയാതിരിക്കുമോ അതൊക്കെ പേഴ്സണൽ തിങ്. കാരണം മണി പവർ മസിൽ പവർ എന്താണെങ്കിലും പേടിച്ചിട്ട് ആരും പറയാതിരിക്കാനാണ് ചാൻസ് കൂടുതൽ. പക്ഷെ ഹെലൻ ഉണ്ടായതും അന്ന് ഞാൻ എൻ്റെ ചെവി കേട്ടതും എനിക്ക് വന്ന ദേഷ്യവും ഹെലനോട് അയാളുടെ PA സംസാരിച്ച ഒരു രീതിയും അവർ അപ്രോച്ച് വന്നു, ദാറ്റ്സ് നോട്ട് ഗുഡ്. അന്നഴിച്ച അലാമാണ് എനിക്ക്. അതാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇതായിരുന്നു. ഇത് പറയുമ്പോൾ എനിക്കൊരു മനസ്സമാധാനമുണ്ട്. ഓക്കെ, കാരണം ഞാൻ അന്ന് മുതൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആ സ്ക്രീൻഷോട്ട് അടക്കം എടുത്തു വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? സ്ക്രീൻഷോട്ട് ആ ഡേറ്റ് അടക്കം എനിക്ക് കൃത്യമായിട്ട് അറിയാം. മാനേജറുടെ പേര് ഞാൻ ഇന്നേ വരെ മറന്നിട്ടില്ല. പിന്നെ അന്ന് ഞങ്ങൾ എടുത്തു വെച്ച കുറച്ച് സാധനങ്ങളുണ്ട്. അത് പോയിട്ടില്ലെങ്കിൽ കയ്യിലുണ്ടോ നോക്കട്ടെ, ഉണ്ടെങ്കിൽ ബാക്കി നോക്കാം.